JSK സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ സിനിമയാണ് JSK. അതിൻ്റെ വാല് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, JSK എന്ന് തന്നെ പറയാം. അതാണ് ഇതിൻ്റെ ടൈറ്റിൽ. ഒരു മെയിനായിട്ട് JSK, പിന്നെ സബ് ലൈൻ പോലെ കൊടുത്തിരിക്കുന്നതാണ്. അതിലാണ് ഇപ്പോൾ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. JSK എന്ന് തന്നെ പറയാം. പ്രവീൺ നാരായണനാണ് ഈ സിനിമയുടെ തിരക്കഥാകൃത്തും അതുപോലെ തന്നെ അതായത് തിരക്കഥ സംഭാഷണമില്ല, തിരക്കഥ സംവിധാനം. അപ്പോൾ എനിക്ക് ഇവരുടെ ടീമിൻ്റെ കോൺഫിഡൻസ് ആയാലും ശരി, പിന്നെ ഈ ഒരു കോർട്ട് റൂം ജോണറൊക്കെ നമുക്കൊരു ഷുവർ ഷോട്ട് സാധനമാണ്. ഒരു മിനിമം സാധനം ഉണ്ട് തിയേറ്റർ ഹിറ്റാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം മേക്കിംഗ് ഒക്കെ ഡൗൺ ആയാലും ഇതിൻ്റെ നമുക്ക് ഒരു പഞ്ച് ലൈനസും ഒക്കെ ഉണ്ടെങ്കിൽ വർക്കാവും, ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. ഓൾഡ് സ്കൂൾ മേക്കിംഗ് ആണെങ്കിൽ പോലും, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയും കൂടെ ആകുമ്പോൾ പറയണ്ട. ഞാൻ എൻ്റെ പ്രിവ്യൂവിലും പറയുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴേ മനസ്സിലായി ഒരു ഓൾഡ് സ്കൂൾ സെറ്റപ്പ് മേക്കിംഗ് ആണ്. പക്ഷേ കഥയിലെ ഡയലോഗ്സ് സെറ്റാണെങ്കിൽ പരിപാടി വർക്കാവുമെന്ന്. ഇൻ്റർവെൽ എനിക്ക് ആ ഒരു ഫീലാണ് കിട്ടിയത്. കാരണം 2.5 മണിക്കൂറാണ് സിനിമ. 1.25 മണിക്കൂർ ഫസ്റ്റ് ഹാഫ്, 1.25 മണിക്കൂർ സെക്കൻഡ് ഹാഫ്. ഈ 1.25 മണിക്കൂറിൽ ഒരു അരമണിക്കൂറും നല്ല എൻഗേജിങ് ആയിരുന്നു. കാരണം സുരേഷ് ഗോപി ആ ഒരു അരമണിക്കൂറാണ് ഉള്ളത്. സുരേഷ് ഗോപി വരുന്ന അരമണിക്കൂർ പക്ക എൻഗേജിങ്, തുടക്കം തൊട്ട് മറ്റേ ചറപറ ഡയലോഗുകളാണ്. അങ്ങനെ പ്രത്യേകിച്ച് അവസാനത്തെ ഇൻ്റർവെല്ലിൻ്റെ അവസാനത്തെ ഒരു 15 മിനിറ്റ് വേറെ ലെവലായിരുന്നു. കോർട്ട് റൂമിൽ പുള്ളി അനുപമയെ പൊരിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അവിടെ മാത്രമേ ഉള്ളൂ കട്ടുകൾ സെൻസർ ബോർഡിൻ്റെ, വേറെ ഒരിടത്തും ഇല്ല. അപ്പോൾ ആ സീൻ സൂപ്പറായിരുന്നു. അതായത് അതിൻ്റെ പൊളിറ്റിക്കൽ ആവശ്യമൊന്നും പറയുന്നില്ല, സിനിമ ആയിട്ട് കാണുമ്പോഴത്തേക്ക് ആ സീൻ സെറ്റായിരുന്നു. അങ്ങനെ ഇൻ്റർവെല്ലായി ഒരു നല്ല പോസിറ്റീവ് നോട്ട്, നേരൊക്കെ പോലെ ഹിറ്റാവും, ഡ്രാമ രീതി ഹിറ്റാവും എന്ന് കരുതി. പക്ഷേ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് സിനിമ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. ഇവർക്ക് തന്നെ ഡൗട്ട്, ഡ്രാമ കൊണ്ടുപോകണോ അതോ ത്രില്ലർ കൊണ്ടുപോകണോ, മിസ്റ്ററി വേണോ, ഇപ്പോൾ ഒരു ഹൂഡണിക് ഫാക്ടർ വേണോ, ഇവർക്ക് തന്നെ ഡൗട്ട് എന്ത് ചെയ്യണമെന്ന്. എന്നിട്ട് മൊത്തത്തിൽ പല ക്യാരക്ടേഴ്സിനെയും ഈ സെക്കൻഡ് ഹാഫിൽ ഈ കഥ ഇങ്ങനെ വലിപ്പിക്കാൻ വേണ്ടിയാണ് പല ക്യാരക്ടേഴ്സിനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സുരേഷ് ഗോപി കംപ്ലീറ്റ്ലി ഒരു 10 മിനിറ്റേ ഉള്ളൂ സെക്കൻഡ് ഹാഫിൽ. 10 മിനിറ്റ്, പിന്നെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ്, ഒരു കോമാളി ഫൈറ്റ്, പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു കോർട്ട് റൂം സീൻ, അതിലും പുള്ളി ഒരു കോമാളിയാണ്. അതിൽ ശ്രുതി രാമചന്ദ്രനാണ് സ്കോർ ചെയ്യുന്നത്. പുള്ളി ഇല്ല സെക്കൻഡ് ഹാഫിൽ. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലെ മെയിൻ പോസിറ്റീവ് സുരേഷ് ഗോപി ആയിരുന്നു. സുരേഷ് ഗോപി ഇല്ലാതെ ഫസ്റ്റ് ഹാഫ് കണ്ടിരുന്നത് ചിലപ്പോൾ ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. സുരേഷ് ഗോപി പക്ഷേ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട്, അത് കൊള്ളാം. സെക്കൻഡ് ഹാഫിൽ പുള്ളി ഇല്ലാത്തതുകൊണ്ട് നേരെ ഡൗണ്. ശ്രുതി രാമചന്ദ്രൻ കൊള്ളായിരുന്നു. അഷ്കർ അലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് പുള്ളി മെച്ചപ്പെട്ടിട്ടുണ്ട്. മാധവ് സുരേഷ് ഗോപി സ്ഥിരം കോമാളി, ഒന്നിനും കൊള്ളത്തില്ല, അഭിനയിക്കാനും വരത്തില്ല, ഡയലോഗ് ഡെലിവറി ഇല്ല, ഒന്നിനും കൊള്ളത്തില്ല. അനുപമ പരമേശ്വരൻ ഓക്കെ, ബാക്കി എല്ലാവരും കുഴപ്പമില്ലാതെ ചെയ്യുന്ന ഒരു സീരിയൽ സെറ്റപ്പാണ് മൊത്തത്തിൽ. അതൊരു പ്രശ്നമല്ല ഈ ഒരു ജോണറിന്. പക്ഷേ ഇവർക്ക് തന്നെ സംശയമായിപ്പോയി, എങ്ങനെ പോകണം, എങ്ങനെ അവസാനിപ്പിക്കണം, ആരെയൊക്കെ കുറ്റപ്പെടുത്തണം, ആർക്കൊക്കെ പൊക്കിയടിക്കണമെന്ന്. അങ്ങനെ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയൊരു സിനിമയായിട്ടാണ് JSK തോന്നിയത്. അപ്പം ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 2.5 ഔട്ട് ഓഫ് 5 ആണ്. ഒരു പ്രോപ്പർ ഒരു ആവറേജ് സിനിമ. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷേ സെക്കൻഡ് ഹാഫ് നേരെ കൊണ്ട് തൊലച്ചു. അങ്ങനെ കറക്റ്റ് ഒരു മധ്യത്തിൽ നിൽക്കുന്ന സിനിമയാണിത്.